2026 തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ പി കിറ്റ് കൊള്ളയ്ക്കെതിരെ നിയമസഭയിൽ പ്രതിപക്ഷം ആഞ്ഞടിച്ചു. 2 ടേം പൂർത്തിയാക്കുന്ന CPM ഭരണത്തിന്റെ ഏറ്റവും വലിയ പരാജയങ്ങളിലൂടെയാണ് സർക്കാർ ഇപ്പോൾ കടന്നു പോകുന്നത്. വിലക്കയറ്റവും നികുതിയും സെസ്സുമൊക്കെ സാധാരണക്കാരന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ബ്രൂവറിയുടെ അഴിമതിയിൽ കുളിച്ച സർക്കാരിനെതിരെ കൂനിമേൽ കുരു പോലെ ഇപ്പോൾ പി കിറ്റ് വിവാദവും തലപൊക്കിയിരിക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ പി കിറ്റ് നൽകാമെന്നേറ്റ് അനിത ടെസ്കോട്ട് എന്ന കമ്പനി അന്ന് ആരോഗ്യവകുപ്പിന് നൽകിയ കത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ പുറത്തെടുത്തു. വിപണി വിലയേക്കാൾ 3 ഇരട്ടി വിലയ്ക്ക് പി കിറ്റ് വാങ്ങിയത് ക്ഷാമം കാരണമെന്നായിരുന്നു മുൻ ആരോഗ്യമന്ത്രിയുടെ നിലപാട്. സാൻഫാർമ കമ്പനിയിൽ നിന്ന് കിറ്റ് ഒന്നിന് 1500 രൂപയ്ക്ക് വാങ്ങാനായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. എന്നാൽ ഈ ഉത്തരവിറക്കുന്നതിന് മുൻപ് തന്നെ അനിത ടെസ്റ്റിക്കോട്ട് എന്ന സ്ഥാപനം 550 രൂപ നിരക്കിൽ 25,000 കിറ്റ് നൽകാൻ തയ്യാറാണെന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നു. ഈ കത്ത് പുറത്തുവിട്ടാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഇപ്പോൾ ശക്തമാക്കുന്നത്. ദുരിതകാലത്ത് തീവെട്ടിക്കൊള്ള നടത്തിയത് ധനമന്ത്രിയടക്കമുള്ള പർച്ചേസ് കമ്മിറ്റിയാണെന്നും ശൈലജയെ 1-ാം പ്രതിയാക്കി കേസെടുക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. 700 കോടി അഴിമതിയാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഫേസ് മാസ്ക്, ഫേസ് ഷീൽഡ്, സാനിറ്റൈസർ, വെന്റിലേറ്റർ, എയർ കണ്ടീഷണർ തുടങ്ങിയവയ്ക്കാണ് ഈ 700 കോടിയുടെ കണക്ക് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ശൈലജ ടീച്ചർ അന്ന് പറഞ്ഞത് എന്താ? വളരെ വൈകാരികമായി മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: കോവിഡ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ നിന്നും സുരക്ഷാ ഉപകരണങ്ങളൊക്കെ അപ്രത്യക്ഷമായി. പേഴ്സണൽ പ്രൊട്ടക്ഷനായി ആരോഗ്യ പ്രവർത്തകർക്ക് കിറ്റുകൾ വേണം. പി കിറ്റ് കിട്ടാനില്ല. എന്തു ചെയ്യും? നിങ്ങൾ രോഗികളെ അടുത്ത് പോകണ്ട എന്ന് UK-യും അമേരിക്കയും ഒക്കെ സ്വീകരിച്ച സമീപനം നമുക്കും സ്വീകരിക്കാമായിരുന്നു. നമ്മൾ അന്വേഷിച്ചപ്പോൾ പി കിറ്റ് കിട്ടാനുമുണ്ട്. പക്ഷേ 1500 രൂപ കൊടുക്കണം. ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഓടിച്ചെന്നു. എന്താ ചെയ്യുക? ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, പൈസ ഒന്നും നോക്കണ്ട, ഇവിടെ മനുഷ്യൻ്റെ ജീവനല്ലേ വലുത് എന്ന്. ഒരു ഡിസ്റ്റാറ്ററൽ പർച്ചേസ് റോൾ വേവ് ചെയ്തുകൊണ്ട് വാങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കിട്ടാവുന്നിടത്തു നിന്നൊക്കെ നമ്മളത് വാങ്ങി. അപ്പോഴേക്കും കിറ്റിൻ്റെ ക്ഷാമം കുറഞ്ഞു. അപ്പോൾ വിലയും കുറഞ്ഞു. 1500 രൂപയ്ക്ക് വാങ്ങിയത് 500 രൂപയ്ക്ക് കിട്ടിത്തുടങ്ങി. ഇതാണ് ശൈലജ ടീച്ചർ അന്ന് പറഞ്ഞത്. 50% കിട്ടുമെന്നിരിക്കെ 100% കൊടുത്ത് കിറ്റ് വാങ്ങിയ തീവട്ടിക്കൊള്ളയെ ഏതു തരത്തിലുള്ള സേവനത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്? കാർഗിൽ യുദ്ധകാലത്ത് കേന്ദ്രത്തിലെ ശവപ്പെട്ടി കുംഭകോണത്തിൽ കേന്ദ്രത്തിനെതിരെ പറഞ്ഞവർ തന്നെയാണ് ഇപ്പോൾ വറുതിയുടെ കൊറോണ കാലത്തെ മുൻനിർത്തി 700 കോടിയുടെ പകൽ കൊള്ള നടത്തിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. കോവിഡിന്റെ ഇല്ലാത്ത നിറം ചാർത്തി അവാർഡ് മേടിക്കാൻ ക്യൂ നിൽക്കുന്ന മന്ത്രിമാരാണ് കേരളത്തിൽ ഉള്ളതെന്ന് VD സതീശൻ തുറന്നടിച്ചു. കോവിഡിനെ നേരിടാൻ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി പി കിറ്റുകളും N95 മാസ്കുകളും വാങ്ങാൻ KMSLന് സർക്കാർ 2020 മാർച്ചിൽ പ്രത്യേക ഉത്തരവ് നൽകിയിരുന്നു. കൊട്ടേഷൻ ടെൻഡർ ഔപചാരികതകളിൽ നിന്നും ഇളവ് നൽകി. ഇതിന്റെ മറവിലായിരുന്നു പരിധി വിട്ട വാങ്ങൽ. ആവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രണമുണ്ടായിരുന്നതിനാൽ കിറ്റിന്റെ വിപണി വില 545 രൂപയായി സർക്കാർ നിശ്ചയിച്ച കാലത്തായിരുന്നു ഇത്. രമേശ് ചെന്നിത്തല തുറന്നടിക്കുക തന്നെ ചെയ്തു. നാഴികയ്ക്ക് 40 വട്ടം സഖാക്കന്മാർ അലറി കൂവുമ്പോഴും ജനത്തിനെ തിരിഞ്ഞു നോക്കാത്ത ഒരു സർക്കാർ പൊതുജനത്തിനെ പരിഹസിക്കുന്ന നേതാക്കളുടെ സ്വന്തം പാർട്ടിയായി ചുരുങ്ങി എന്ന് പറഞ്ഞാൽ അടിമുടി പരാജയമായ ഒരു സർക്കാർ ഇനി എങ്ങനെ ജനങ്ങളെ സേവിക്കും? നികുതി പണമെടുത്ത് ദൂർത്തിൻ്റെ അങ്ങേ തലവരെ എത്തി ഖജനാവ് കാലിയാക്കിയ സ്വന്തം കീശ വീർപ്പിക്കുന്ന ഭരണത്തെ ഏതർത്ഥത്തിൽ ജനം വിശ്വസിക്കും? 9 വർഷത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ അതിക്രൂരമാണ് എന്ന് ജനം നിലവിളിക്കുമ്പോഴും ഊതിപ്പെരുപ്പിച്ച സർക്കാർ എറിഞ്ഞിട്ട് തരുന്ന എച്ചിലുകൾ ഭക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു ഗതികെട്ട ജനമായി പോയി കേരള ജനത. 2026 തിരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റേതാണ്. CPM വലിയ രീതിയിൽ കച്ചകെട്ടി നാണം കെടേണ്ടതില്ല. നികുതിപ്പണം കൊണ്ട് പാർട്ടിയുടെ ഏറാൻ മൂളികളായ സഖാക്കന്മാർക്ക് വാരി കോരിക്കൊടുത്തു. 3 ഇരട്ടി വിലക്കാണ് ആരോഗ്യവകുപ്പ് കിറ്റ് മേടിച്ചത്. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. അന്ന് ശൈലജ ടീച്ചർ പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ്. എന്താ പറഞ്ഞത്? ഇപ്പോൾ കാശ് നോക്കണ്ട, ജനങ്ങളുടെ ജീവനാണ് വലുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത്രേ.
എന്നിട്ട് മുക്കിനത് അറിഞ്ഞില്ല പോലും. അപ്പോൾ ദുരന്തപൂർണമായ ഒരു കാലത്തെ മുൻനിർത്തി സ്വന്തം കീശ വീർപ്പിക്കാൻ വഴി കണ്ടെത്തുകയായിരുന്നു ഇവർ. എന്നാൽ CPM പറയുന്നത് മോഡിയുടെ കിങ്കരന്മാരാണ് CNG കണക്കുകൾ അന്വേഷിച്ച് കണ്ടെത്തിയത് എന്നാണ്. കേരളത്തെ ഇടിച്ചു താഴ്ത്താൻ കേന്ദ്രം വഴിയൊരുക്കുകയായിരുന്നു എന്നും. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ വൻ അഴിമതിയുടെ അലയൊലികൾ ഉയരുകയാണ്. നിൽക്കക്കള്ളിയില്ലാതെ വരട്ട് ന്യായങ്ങളുമായി മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പും വാക്കുകൾ വിഴുങ്ങുന്ന അവസ്ഥയുമായി. സർക്കാരിന് ഇടുത്തിയായി മാറിയ PP കിറ്റ് വിവാദത്തിൽ കലങ്ങിമറിയുന്ന സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ വാക്ചരങ്ങളിൽ അടിപതറുന്ന സർക്കാരിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഭയിൽ പ്രസംഗിക്കാനുള്ള അംഗങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിലേക്ക് വരെ സ്പീക്കർ തരം താഴുന്നതും ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. പ്രതിപക്ഷാംഗങ്ങളുടെ കൃത്യമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അടിപതറി സഭ പ്രക്ഷുബ്ധമായി. വരും ദിനങ്ങളിൽ എന്തു സംഭവിക്കുമെന്ന ആശങ്കയിലാണ് ജനം. അഴിമതിയുടെ ഈ അവധൂതന്മാരുടെ പരാക്രമങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് കാത്തിരുന്ന് നമുക്ക് കാണേണ്ടിയും വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്.